ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിയുടെ ഒരു ശൈലിയുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് രമേശ് ചെന്നിത്തല ശൈലിയുണ്ട്. അവർ എപ്പോഴും പ്രവർത്തകരുടെ കൂടെയാണ്. ആൾക്കൂട്ടം ഒരു ലഹരിയായിരുന്നു ഉമ്മൻചാണ്ടിക്ക്. പക്ഷേ വി ഡി സതീശൻ്റെതായിട്ടുള്ള ശൈലിയുണ്ട്. ആ ശൈലിയും സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പാക്കുന്നതിലെ മികവും പവർ റൂം സ്ട്രാറ്റജിയും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തൃക്കാക്കരയിൽ കണ്ടു, പുതുപ്പള്ളിയിൽ കണ്ടു, പാലക്കാട് കണ്ടു, ചേലക്കരയിലും ഒരു പരിധിവരെ വിജയം കാണുകയുണ്ടായി ആ സ്ട്രാറ്റജി. അപ്പോൾ വി ഡി സതീശൻ ഇങ്ങനെ ഒരു പ്ലാൻ 63 അവതരിപ്പിച്ചതിൽ തെറ്റില്ല. ആ അവതരിപ്പിച്ചതിലെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകേണ്ടതിന് പകരം അത്തരം ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉയരേണ്ടതിന് പകരം അത്തരം ചർച്ചകളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കേണ്ടത്. അതിന് പകരം നിർഭാഗ്യവശാൽ മുഖ്യമന്ത്രി ആരാകണം എന്ന രീതിയിലുള്ള വ്യക്തി കേന്ദ്രീകൃതമായ ഞാൻ അവസാനിപ്പിക്കാം. എന്തോ ശില്പശാല നടത്താൻ പോവുകയാണ്. പക്ഷെ ശില്പശാല ഒന്നിച്ചിരുന്ന് തീരുമാനിച്ച് നടപ്പാക്കേണ്ട ഒന്നാണ്. അതല്ലാതെ ഈ വിഭാഗീയത ഗ്രൂപ്പിസം ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ശില്പശാലയ്ക്കും ലോകത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് ശില്പശാലയിലേക്ക് പോകേണ്ടത്. അതിന് പകരം ഒരു സംയുക്ത വാർത്താ സമ്മേളനം നടത്താൻ പോലും പറ്റാത്ത മോശമായ ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പോകുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുതി വെച്ചോ, ഒരു സംശയവും വേണ്ട, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിൽ 3ാം തവണയും പിണറായി വിജയൻ വന്നിരിക്കും. വി ഡി സതീശൻ ഇതേ നിലയിൽ പ്രതിപക്ഷ നേതാവായി തുടരുകയും ചെയ്യും.